ഇന്ന് പാർലറിൽ പോയില്ല? ഇല്ല, അമ്പലത്തിൽ പോയായിരുന്നു. വന്നപ്പം ഉച്ചയായതുകൊണ്ട് പിന്നെ പോയില്ല. ആണോ? ആഹാ. ആ, അത് പറ. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോ മനസ്സിലായില്ലേ ഞാൻ പോയില്ല. ആ, അല്ല, ബ്യൂട്ടി പാർലറിലാണെങ്കിൽ കുറച്ചും കൂടി സുന്ദരിയായിട്ടിരിക്കും അല്ലേ? Sir, hi, how are you? Yes, I'm good. I'm good. I'm good. How are you? ഇന്ന് എല്ലാവരുടെ Yeah, എക്സാം super. എങ്ങനെ ഉണ്ടെന്ന് വല്ല അറിഞ്ഞോ? സ്റ്റുഡൻസിന്. ആ ആ ആ Okay. ആ മോളുടെ മെസ്സേജ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മെസ്സേജ് ഒന്നും വന്നില്ല. ഞാൻ ചോദിച്ചു അല്ല, നോക്കാം. വേറെ ആരുടെയെങ്കിലും അറിഞ്ഞോ? സ്റ്റേറ്റ് വേറെ ആരും എനിക്ക് അറിയുന്നവരില്ല. എല്ലാം CBSE പിള്ളേരാ എനിക്ക് അറിയുന്നവര്. ഉം. അവർക്ക് എന്നാ തുടങ്ങുന്നത് CBSE? CBSE ഓൾറെഡി കഴിയാനായി. ഇനി ഒരു എക്സാമും കൂടി ഉള്ളൂ അവർക്ക്. ആണോ? ഞാനൊന്ന് നോക്കട്ടെ അവരുടെ ആ പിള്ളേരുടെ ആരുടെയെങ്കിലും മെസ്സേജ് ഉണ്ടോ. ഇല്ല. എളുപ്പമായിരിക്കുമായിരിക്കും അല്ലേ? പക്ഷെ പുതിയ ഇതാണ് ഈ പ്രാവശ്യം 10th പുതിയ ഇതാ സിലബസ് ആയിരുന്നു. ആണോ? ആ, അതുകൊണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇവർക്ക് റെഫർ ചെയ്യാനില്ല. ഹായ് മാം, ഗുഡ് ഈവനിങ്. മ്യൂട്ടാന്ന് തോന്നുന്നില്ലയോ? കേൾക്കുന്നില്ല. മാം, കേൾക്കാം ആ, ഇപ്പൊ കേൾക്കാം ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കാം. കേക്കാം. അത് കൂട്ടേക്കാം. യെസ്. അസ്സലാമു അലൈക്കും. ഇസ്ലാം. എത്ര പേര് സെൽഫ് ഫോർഗിവ്നെസ് ചെയ്തു നോക്കി? ചെയ്തു തുടങ്ങി. കുറച്ച് പാടാണ്, പക്ഷെ ചെയ്തില്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗമില്ലാതാവും. അതെ. കുറച്ച് പാടാണ് സെൽഫ് ഫോർഗിവ്നെസ്. നമ്മൾ പിന്നത്തേക്കൊക്കെ മാറ്റി വെക്കും. റെസിസ്റ്റൻസ് ഒരുപാട് വരും സെൽഫ് ഫോർഗിവ്നെസ്സിൽ. നമ്മൾ ഇനിഷ്യേഷൻ എടുത്ത് ചെയ്യണം. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അവരുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് കേൾക്കാം. എല്ലാരും ഒന്ന് ക്യാമറ ഓൺ 11 ചെയ്യും. പേരാണ് ഓൺലൈനായിരിക്കുന്നത്. അതെ അതെ അതെ, എത്ര പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ വരുമായിരിക്കും, നോക്കാം. വരും വരും. സെൽഫ് ഫോർഗീവ്നെസ് ചെയ്ത എത്ര പേരുണ്ട്? നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്തപിച്ചത്, പാപം മോചനത്തെ തേടിയ പശ്ചാത്തപിച്ച എത്ര പേരുണ്ട്? എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരണമേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ദുആയിൽ ദുആ അതാണ്. നമ്മൾ അറിയാതെയോ ചെയ്തിട്ടുള്ള പാവങ്ങൾ നമ്മളോടും മറ്റുള്ളവരോടും പുറത്തു തരണേന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതെ. പാപമോചനത്തിന്റെ മാസമാണല്ലോ ഇത്. അതുകൊണ്ട് സ്ഥിരമായിട്ട് പാപമോചനം തന്നെയാണ്. രാത്രിയെല്ലാം ഡെയിലി തൗബ ചെയ്ത് മടങ്ങലാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? തഹജ്ജുദ് നിസ്കരിക്കുന്നത് റെഗുലറായിട്ട് നിസ്കരിക്കാറില്ല. ഇത് ഭയങ്കര പവർഫുൾ ആണല്ലേ. ആ പ്രയർ പെട്ടെന്ന് ആൻസർ കിട്ടുമല്ലോ. അതെ. ഹസീന നിസ്കരിക്കുന്നുണ്ട് അല്ലേ? ഹസീന ആരിഫ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. റബീന നിസ്കരിക്കുന്നുണ്ട്. നൈസ്. നോമ്പിന് സിസ്റ്റർ ചെറുപ്പം മുതൽ നിസ്കരിക്കും. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിസ്കാരമാണ് നിസ്കാരം. ഉത്തരം കിട്ടുന്നു. അതെ. ഇപ്പൊ നിസ്കരിക്കാൻ എളുപ്പമാണ്. കാര്യം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കല്ലോ ആദ്യം.
സുബൈക്ക് മുമ്പായിട്ട്. ഓക്കെ, നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഒരു മിനിറ്റ് കൂടെ ഒന്ന് ആളുകൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനൊന്ന് സ്ലോ ചെയ്തത്. രാജ്യമോളെ കണ്ടില്ലല്ലോ. രാജ്യമോള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്, കാണുന്നില്ല. ഓക്കെ, നമുക്ക് പോകാം. ഫൊർഗീവ്നെസ്, എസ്പെഷ്യലി സെൽഫ് ഫൊർഗീവ്നെസ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് ഫൊർഗീവ്നെസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫൊർഗീവ്നെസ് നമുക്ക് ഒരു ഫസ്റ്റ് ആദ്യത്തെ 10 കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് ടയേർഡാവും, ഫിസിക്കലി ഒക്കെ ടയേർഡാവും. പിന്നെ ആരാധന ഒരു എന്താ പറയണ്ട, നമ്മളിപ്പം ആ ഒരു ആദ്യത്തെ ദിവസങ്ങളിൽ അത്രയും ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഒരു എനർജിയോ ഒക്കെ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഒന്ന് കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒരു വീഴ്ചയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു സ്ലോ ഡൗൺ പ്രോസസ്സിലേക്ക് പോകാം. പക്ഷെ ഓരോ ദിവസവും പ്രാധാന്യമുള്ളതാണ്. അത് നമ്മൾ ഈ ആരാധനയില്, ഇബാദത്തില് കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത, അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സിൽ ഒരിക്കലും കുറയാൻ പാടില്ല. അത് കുറയാൻ പാടില്ല. നമ്മൾ നമ്മളോട് പുറത്തു കൊടുക്കുമ്പോൾ വളരെ മനോഹരമായ കാര്യങ്ങളാണ് നമ്മുടെ ഇൻസൈഡിൽ നടക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇന്റേണലി നടക്കുന്ന കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് അതിന്റെ ഫസ്റ്റ് ഇമോഷണൽ ബെനിഫിറ്റ് നോക്കാം. നമുക്ക് വളരെ ഭയങ്കരമായൊരു സമാധാനം കിട്ടും നമുക്ക് പുറത്തു കൊടുത്താൽ. കാരണം ഗിൽറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു ഇമോഷനാണ്, നെഗറ്റീവ്, നമ്മളെ ഡൗൺ ചെയ്യുന്ന ഒരു ഇമോഷനാണ്. അതുപോലെ തന്നെ ഗിൽറ്റും ഷെയിമും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകും. അത് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ഇമോഷണലി ഹീൽഡ് ആവും. ഇമോഷണലി ഹീൽഡ് ആകാതെ നമുക്ക് ഒരു കാര്യത്തിലും വിജയം ഉണ്ടാകത്തില്ല. ഇമോഷണലി ഹീൽഡ് ആകാത്തവരുടെ റിലേഷൻഷിപ്പ് എന്നും പ്രശ്നങ്ങൾ. ഒരേ സെയിം പാറ്റേണിലുള്ള റിലേഷൻഷിപ്പ് വന്നേക്കാം, അവരുടെ റിലേഷൻഷിപ്പിൽ കംഫർട്ട് അല്ലാതെ ഇരിക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിരിക്കുന്ന ബന്ധത്തിൽ അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല. ഒത്തിരി കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളുമായി അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ പാർട്ട്ണറാകാം, ബിസിനസ്സിലാകാം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സർക്കിളിലാകും. അവരെ നമ്മളായിട്ട് തന്നെ എന്താ പറയണേ, നമ്മൾ ഇങ്ങനെ ലോക്കലി പറയണേ വെറുപ്പിക്കും. ഇമോഷണലി ഹീലായില്ലെങ്കിൽ നമ്മൾ അറിയില്ല നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇനി സൈക്കോളജിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് വരും. നമ്മൾ സെൽഫ് ഫൊർഗീവ്നെസ് ചെയ്യുന്ന ഒരു വ്യക്തി അപാരമായ കോൺഫിഡൻസും സെൽഫ് വർത്തും സെൽഫ് അക്സെപ്റ്റൻസും കറേജും ഉണ്ടായിരിക്കും. ഗ്രേറ്റർ റെസിലിയൻസ് ആണ്. ഒരു പ്രശ്നം വന്നാൽ തന്നെ വളരെ പെട്ടെന്ന് അവർക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റും സെൽഫ് ഫൊർഗീവ്നെസ് ചെയ്താൽ. അതിന് ഹെൽത്തിയർ മൈൻഡ് സെറ്റ് ഈസ് എവ്രിതിങ് എന്നാണ് പറയുന്നത്. നല്ലൊരു മൈൻഡ് സെറ്റ്. ഇപ്പൊ നമുക്ക് ആരാധനയോടുള്ള മനസ്സ്, അല്ലെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്നതിനുള്ള മനസ്സ്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നതിനുള്ള മനസ്സ്, ഇതിലൊക്കെ നമുക്ക് ഒരു പവർഫുൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ ഈ സെൽഫ് ഫൊർഗീവ്നെസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് സ്പിരിച്വൽ ബെനിഫിറ്റ്, ഡീപ്പർ കണക്ഷൻ വിത്ത് അള്ളാഹ്. പടച്ചവനുമായിട്ടുള്ള അഗാധമായ ഒരു അടുപ്പത്തിലേക്ക് നമ്മൾ പോകും. ഈ ഗിൽറ്റും ഷെയിമും ഉണ്ടെങ്കിൽ നമുക്ക് അടുക്കാൻ പറ്റില്ല. സ്പിരിച്വൽ ഈ എന്താ പറയണ്ട എംബോഡിമെന്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ ഡിറ്റാച്ച്ഡ് ആയി പോകും. നമുക്കുള്ളിലൊരു പാപിയാണെന്ന് തോന്നൽ വരും. ഈ തോന്നൽ വരുമ്പോൾ നമ്മൾ വിശ്വാസം, നമുക്ക് ആ തോന്നൽ കൊണ്ട് തന്നെ നമ്മളുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഞാൻ പാപിയാണല്ലോ, ഇനി ഞാൻ ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ പോകുന്നില്ല, ദൈവം എന്നെ ശിക്ഷിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ ഇഷ്ടമില്ല, ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ അറിയാതെ പോകും, അൺകോൺഷ്യസ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കണക്ഷൻ, ഒരു ഡിറ്റാച്ച്മെന്റ് വരും. പടച്ചവനുമായിട്ടുള്ള, സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം ഒരു അകലമുണ്ടാവും. നമ്മൾ അറിയത്തില്ല, അറിയാതെ തന്നെ പറ്റിപ്പോകുന്നതാണ്. അതുപോലെ സിൻസിയർ ആയിരിക്കും, നമ്മൾ വളരെ ഹ്യൂമിലിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കും, അഹന്തയില്ലാത്ത, ഈഗോ ഇല്ലാത്ത.
ആത്മാർത്ഥത കാണിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിന്റെ ഉള്ള വ്യക്തികളായി നമ്മൾ മാറും. അതുപോലെ തന്നെ നമ്മുടെ ഫെയ്ത്തും ഹോപ്പും നന്നായിട്ട് കൂടും. ഈ ഹോപ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്സാഹമാണ്, എന്ത് ചെയ്യുമ്പോൾ ഒരു ഉത്സാഹം കിട്ടും. ഈ ഹോപ്പും ഫെയ്ത്തും ഇല്ലാത്തവരാണ് ഈ മടി പിടിച്ചിരിക്കുക, എല്ലാത്തിനോടും വിമുഖത കാണിക്കുക. ഒരു നല്ല കാര്യം പറയുമ്പോൾ ഇപ്പം പിന്നീടാകട്ടെ എന്ന് പോസ്റ്റ്പോൺ ചെയ്യുക, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഇത് നടക്കുമോ എന്നുള്ള ഡൗട്ട് ആകാം, സെൽഫ് ഡൗട്ടൊക്കെ വരുന്നത് ഈ ഒരു ഫെയ്ത്തും ഹോപ്പും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത് സെൽഫ് ഫൊർഗീവ്നെസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദെൻ ഖുർആൻ പറയുന്നത്, അതായത് ഫൊർഗീവ്നെസ് ചോദിക്കുന്ന, അല്ലെ സ്വയം മാപ്പ് വാങ്ങുന്ന ആൾ, മാപ്പ് അപേക്ഷിക്കുന്ന ആള്, ആ ആളിനോട് അല്ലെങ്കിൽ മാപ്പ് ചോദിക്കുന്ന ആളിനോട് അള്ളാഹു കൂടുതൽ ദയ കാണിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഏത് മിസ്റ്റേക്ക് ആണെങ്കിലും മേഴ്സിയുടെ ഡോർ അവർക്ക് വേണ്ടി തുറന്നിരിക്കും. അതായത് ദയയുടെ വാതിൽ എല്ലാവർക്കും തുറന്നിരിക്കുന്നു, അത് ഏത് മിസ്റ്റേക്ക് ആണെങ്കിലും എന്നാണ് പറയുന്നത്. അപ്പൊ പക്ഷെ മിസ്റ്റേക്ക് ചെയ്തിട്ട് ചോദിക്കാതിരിക്കുകയാണെങ്കിലാണ് നമ്മൾ അതും ആ ഒരു ഗിൽറ്റിൽ ജീവിക്കുന്നത്. മാത്രമല്ല ഇവിടെയും പരലോകവും ഇഹവും പരലോകവും ഒരേപോലെ നമുക്ക് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ വൺ മിസ്റ്റേക്ക് ഐ ആം സ്റ്റിൽ പണിഷിങ് മൈസെൽഫ് ഫോർ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അലട്ടുന്ന ഞാൻ ചെയ്തു പോയൊരു മിസ്റ്റേക്ക് എന്താണ്? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഉള്ളിലുള്ള ഇപ്പോഴും നിങ്ങളെ അത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറ്റബോധമുണ്ട്. ഇപ്പോഴും നിങ്ങളെ പണിഷ് ചെയ്യുന്ന ഒരു കുറ്റബോധത്തിൽ നിൽക്കുന്ന ഒരു മിസ്റ്റേക്ക്, ഞാൻ ആ ഒരു മിസ്റ്റേക്ക് ചെയ്തു പോയല്ലോ എന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അത് ഷെയർ ചെയ്യേണ്ട, അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് എടുക്കുക. ആ ഒരു മിസ്റ്റേക്ക് എല്ലാവരോടും ആണ് ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടാണ് ചോദിക്കുന്നത്. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? ആ ഒരു കാര്യം ഞാനങ്ങ് മറക്കേണ്ടതായിരുന്നു, ഞാനത് എന്നോട് തന്നെ പുറത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ട് ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വരാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു മൊമെന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ഇറ്റ് ഫീൽ ലൈക്ക് ടു റിലീസ് ദിസ് ബർഡൻ ടുഡേ? ഇന്ന് അത് നമ്മൾ പുറത്ത് കളഞ്ഞാൽ, ആ ഭാരം, ആ കുറ്റബോധത്തിന്റെ ഭാരം എടുത്ത് പുറത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുക? അതിന്ന് ഞാൻ എടുത്ത് പുറത്ത് കളയണമെങ്കിൽ ഞാൻ എന്തായി മാറും? എനിക്ക് എത്രമാത്രം ഞാൻ സ്വതന്ത്രനാകും ആ ഒരു കുറ്റബോധം ഇന്ന് ഞാൻ എടുത്തു കളഞ്ഞാൽ? മൂന്നാമത്തെ ചോദ്യം, ഇതെങ്ങനെയാണ്, ഈ മിസ്റ്റേക്ക് എങ്ങനെയാണ് ഈ മിസ്റ്റേക്ക് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ എൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക്, ഭൗതിക വളർച്ചയ്ക്ക്, സാമൂഹ്യ വളർച്ചയ്ക്ക്, അത് എത്രമാത്രം, സാമ്പത്തിക വളർച്ചയ്ക്ക് എത്രമാത്രം എന്നെ സഹായിക്കും? ആ ഒരു ഗിൽറ്റ് പോയി കഴിഞ്ഞാൽ മനസ്സിൽ വെച്ച് വയ്ക്കുക. ആ ഒരു ഗിൽറ്റ് മനസ്സിൽ വെച്ചേക്കുക. നമ്മൾ അതിലിപ്പോൾ വർക്കൗട്ട് ചെയ്യും കേട്ടോ. നമ്മൾ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഇതുവരെ നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു തെറ്റ്, നമ്മൾ ചെയ്തു പോയൊരു തെറ്റ്, അതിന് നമ്മൾ ഇന്ന് ഫൊർഗീവ്നെസ് ചെയ്യുകയാണേ. ഓൾവേസ് മനസ്സെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ ഹ്യൂമൻ ആൻഡ് വി മെയ്ഡ് മിസ്റ്റേക്ക്. നമുക്ക് തെറ്റുകൾ പറ്റാം, പക്ഷെ റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് എണ്ണി പറഞ്ഞുകൊണ്ട് അതിൽ പിടിച്ചിരുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഫൊർഗീവ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്, അല്ലാതെ നമ്മൾ സെൽഫായിട്ട് ആരും ഫൊർഗീവ് ചെയ്യത്തില്ല. ഇത് പിന്നീടാകട്ടെ, അടുത്ത ദിവസം ആകട്ടെ, അല്ലെങ്കിൽ സമയം കിട്ടട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോൾ സ്വസ്ഥമായിരുന്ന് ഒരു സെൽഫ് ഫൊർഗീവ്നെസ്സിലേക്ക് നമുക്ക് പോകാം. സെൽഫ് ഫൊർഗീവ്നെസ് തെറാപ്പിയിലേക്ക് പോകാം. റെഡിയാണോ? ജസ്റ്റ് കണ്ണടച്ചിരിക്കുക. ഈ ഒരു ഫൊർഗീവ്നെസ്സിൽ വളരെ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. ഇതൊരു വണ്ടർഫുൾ മൊമെന്റ് ആണ്. ഒരുമിച്ച് കുറച്ചു പേര് ഒരു സ്ഥലത്ത് കൂടി പടച്ചവന്റെ മാർഗത്തിലുള്ള കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് തമ്പുരാൻ മറുപടി കൊടുക്കും എന്നുള്ളതാണ്. സെൽഫ് ഫൊർഗീവ്നെസ്, നിങ്ങൾ എത്ര വലിയ തെറ്റാണോ ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും ഇന്ന് ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങൾ എന്നേക്കുമായ ഗിൽറ്റിൽ നിന്നും മുക്തി നേടുന്നതായിരിക്കും. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. സ്വസ്ഥമായിട്ടിരിക്കുക. സിറ്റ് കംഫർട്ടബിളി ആൻഡ് ക്ലോസ് യുവർ ഐസ്. Allow your body to relax. ശരീരം
വ്യക്തമാകട്ടെ. റിലാക്സ് ചെയ്യട്ടെ. ടേക്ക് എ സ്ലോ ബ്രീത്ത്. ഒരു ചെറിയ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം ശ്വാസം പുറത്തേക്ക് ഇടാവുന്നതാണ്. വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് സ്ലോലി ബ്രീത്ത് ഔട്ട്. Again, breathe in deeply and release slowly. രണ്ട് ഷോൾഡറുകളും റിലാക്സ് ചെയ്യട്ടെ. മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. മനസ്സ് വീണ്ടും ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തതയിലേക്ക് പോകുന്നു. കാലുകൾ രണ്ടും റിലാക്സ് ചെയ്യട്ടെ. ശരീരം മുഴുവനായും റിലാക്സ് ചെയ്യട്ടെ. ശരീരത്തിന്റെ ഓരോ സെല്ലുകളും റിലാക്സ് ചെയ്യട്ടെ. കാൽപാദം മുതൽ ശിരസ് വരെ ശരീരത്തിന്റെ ഓരോ അണുവിലും റിലാക്സേഷൻ പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുന്നു ശരീരം മുഴുവൻ. Bring your awareness into your heart. ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. റംസാൻ എന്ന മാസം ടൈം ഓഫ് റിട്ടേണിംഗ് ആണ്, തിരിച്ചു വരലാണ്. അതായത് റിട്ടേണിംഗ് ടു അള്ളാഹ്, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന മാസമാണ്. റിട്ടേണിംഗ് ടു പീസ്, സമാധാനത്തിലേക്ക് പോകുന്ന മാസമാണ്. നമ്മുടെ ഉള്ളിലെ ആത്മീയ പ്രകാശം കൂടുതൽ കൂടുതൽ ബ്രൈറ്റൻ ആകുന്ന, ജ്വലിക്കുന്ന മാസമാണ് റംസാൻ. മെല്ലെ പറയാം, യാ അല്ലാഹ്, ഓ ഗോഡ്, ഐ കം ബാക്ക് ടു യു. ഞാൻ അങ്ങയിലേക്ക് വന്നിരിക്കുന്നു, ഞാൻ ദൈവത്തിലേക്ക് വന്നിരിക്കുന്നു. Take a deep breathe in and breathe out. ഈ ഒരു നിമിഷം വളരെ പ്രധാനപ്പെട്ട നിമിഷമാണ്. നിങ്ങളുടെ മുഴുവൻ അറ്റൻഷനും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ദീർഘമായി ശ്വസിക്കുക. ശ്വാസം എടുത്തു വിടുക ദീർഘമായി. ബ്രീത്ത് ഇൻഹേൽ ആൻഡ് എക്സേൽ. ഈ മൊമെന്റിൽ നിങ്ങൾ ചെയ്തു പോയ ഒരു തെറ്റ്, ഏറ്റവും വലിയൊരു തെറ്റ്, നിങ്ങളുടെ മനസ്സിലുള്ള ഇതുവരെ മറക്കാൻ കഴിയാത്ത, ഇതുവരെ സെൽഫ് ഫോർഗീവ് ചെയ്യാത്ത, പൊറുക്കാൻ കഴിയാത്ത, പൊറുക്കലിനെ തേടാത്ത, മാപ്പ് ചോദിക്കാത്ത, ക്ഷമിക്കാത്ത ആ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ചെയ്തു പോയൊരു തെറ്റ്, ഒരു പാപം. ഡു നോട്ട് ജഡ്ജ് യുവർ സെൽഫ്. ഒന്നും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഇമോഷൻസ്, ആ കാര്യം ചെയ്തു പോയ ആ സംഭവം നടന്ന അന്നത്തെ ഇമോഷൻസ്, ആ വ്യക്തികൾ, ആ സന്ദർഭം, അന്നുണ്ടായ ശബ്ദം, അന്നുണ്ടായ സംഭാഷണങ്ങൾ, അന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ ധരിച്ച വസ്ത്രങ്ങൾ, കളർ, ചുറ്റുപാടും എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരും. എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാം. എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരാം. മെല്ലെ പറയാം, യാ അല്ലാഹ്, ഓ ഗോഡ്, ഐ അക്നോളജ് മൈ മിസ്റ്റേക്ക്. ഞാൻ എൻ്റെ തെറ്റിനെ തിരിച്ചറിയുന്നു. ഞാൻ എൻ്റെ തെറ്റിനെ തിരിച്ചറിയുന്നു. മനസ്സുകൊണ്ട് ആഴത്തിൽ റിഗ്രറ്റ് ചെയ്യുക. അവിടെ ഷെയിമിന്റെ ആവശ്യമില്ല. ഞാനത് ചെയ്തു കൂടായിരുന്നു, ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. ആഴത്തിലുള്ള റിഗ്രഷൻ. സ്വയം നിങ്ങൾ നിങ്ങളെ വെറുക്കേണ്ട കാര്യമില്ല, ഷെയിം ആകേണ്ട കാര്യമില്ല.
ഒരു അവയർനെസ്, അത് ഞാൻ ചെയ്തു പോയി, ഇന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. ആഴത്തിലുള്ള പശ്ചാത്താപം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റിഗ്രറ്റ് ഈസ് റിപ്പൻഡൻസ്. പശ്ചാത്താപം ഏറ്റവും വലിയ പാപ മോചനത്തെ തേടുന്നതാണ്. നിങ്ങളുടെ ഹൃദയം കൂടുതൽ കൂടുതൽ സോഫ്റ്റിനാവുന്നത് ശ്രദ്ധിക്കൂ. നൗ ആസ്ക് ഫോർ forgiveness. Quietly repeat in your heart. ഹൃദയം കൊണ്ട് മെല്ലെ പറഞ്ഞാൽ മതി. Please forgive me, forgive me, forgive me. Astaghfirullah, astaghfirullah, astaghfirullah. Feel the words washing through your heart. ഹൃദയത്തിൽ നിന്നും വരുന്ന പോലെ അസ്തഗ്ഫിറുല്ലാഹ്. ആഴത്തിൽ റിഗ്രറ്റ് ചെയ്തുകൊണ്ട് തൗബ ചോദിക്കാം. ഇമാജിൻ അള്ളാഹ്സ് mercy like light entering your heart. ഒരു ഹൃദയത്തിൽ പടച്ചോന്റെ ദയ, കാരുണ്യം ഒരു വെള്ള നിറത്തിലുള്ള പ്രകാശം പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ഖുർആനിൽ പറയുന്നത് പോലെ ഡു നോട്ട് ഡിസ്പെയർ ഓഫ് mercy of Allah. Indeed, Allah forgive all sins. പടച്ചവന്റെ ദയയെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹ് എല്ലാം ക്ഷമിക്കുന്നവനാണ്. ആ ദിവ്യമായ പ്രകാശം നിങ്ങൾക്ക് ചുറ്റും പ്രകാശിക്കുന്നതായി ഫീൽ ചെയ്യുക. മേഴ്സിയുടെ, ദയയുടെ പ്രകാശം, ഡിവൈൻ ലൈറ്റ്. ഇപ്പോൾ നിങ്ങൾ സെൽഫ് ഫോർഗീവ്നെസ് ചോദിക്കാൻ പോവാണ്. 2 കൈ സ്ലോലി നിങ്ങളുടെ ഹൃദയത്തിന്റെ പാർട്ടിലേക്ക് വയ്ക്കാം. അല്ലെങ്കിൽ വലത് കൈ വെച്ചാലും മതിയാവും. വലത് കൈ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. ഓക്കെ. സോഫ്റ്റ്ലി മെന്റലി പറയുക, ഐ ആം ഹ്യൂമൻ, ഐ മേക്ക് മിസ്റ്റേക്ക്, ബട്ട് ഐ ആം ലേണിംഗ് ആൻഡ് ഗ്രോയിങ്. ഞാൻ മനുഷ്യനായതുകൊണ്ട് തന്നെ ഞാൻ തെറ്റ് ചെയ്തു പോയി, പക്ഷെ ഞാൻ അതിൽ നിന്ന് പഠിച്ചു, ഞാൻ മുന്നോട്ട് പോകുന്നു. Allow yourself release the burden you have been carrying. ഹൃദയത്തിലുള്ള എല്ലാ ഭാരവും പുറത്തേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കുക. നിങ്ങൾ ആഴത്തിൽ forgiveness ചോദിച്ചു കഴിഞ്ഞു. ഇമാജിൻ ആ ഡിവൈൻ ലൈറ്റ് നിങ്ങളുടെ ഹൃദയത്തിലുള്ള പാപഭാരത്തെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ആ ലൈറ്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ഉള്ള ഗിൽറ്റ് മുഴുവൻ, ആ പാവത്തെ മുഴുവൻ ഹൃദയത്തിൽ നിന്നും വഹിച്ചുകൊണ്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ ലൈറ്ററാവും. നിങ്ങളുടെ ഹൃദയം കൂടുതൽ കൂടുതൽ ഭാരമില്ലാത്തതായി മാറുന്നു. റിന്യൂ യുവർ ഇന്റൻഷൻ. ഇപ്പോഴും മനോഹരമായ ഒരു നിയത്ത് നമുക്ക് ചെയ്യാം. എല്ലാ പാവഭാരങ്ങളും മെല്ലെ മെല്ലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ പ്രകാശത്തിനോടൊപ്പം പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ആത്മാർത്ഥമായിട്ട് നമുക്കിപ്പോൾ ഒരു നിയത്ത് ചെയ്യാം, ഇന്റൻഷൻ ചെയ്യാം. യാ അല്ലാഹ്, ഓ ഗോഡ്, ഗൈഡ് മീ ടു ബിക്കം ബെറ്റർ. കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറാൻ എന്നെ ഗൈഡ് ചെയ്താലും. Give me strength to walk the right path. ശരിയായ വഴിയിലൂടെ നടക്കാൻ ശരിയായ വഴിയിലൂടെ എന്നെ നയിച്ചാലും. എൻ്റെ ഹൃദയം നിന്റെ പ്രകാശം കൊണ്ട് നിറച്ചാലും. ഹൃദയം മുഴുവൻ നന്ദി കൊണ്ട് നിറയട്ടെ. തമ്പുരാൻ ഈ ജന്മം നമ്മൾക്ക് തന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരാൻ. എല്ലാം മനസ്സിലേക്കുണ്ട്. എല്ലാത്തിനും നന്ദി പറയാം.
ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാത്തിനും നന്ദി പറയാം. Take a once slow breathe in and gently breathe out. Breathe in and breathe out. Feel peace in your chest. ഹൃദയത്തിൽ വലിയൊരു സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, പടച്ചവന്റെ ദയ നമ്മുടെ പാപത്തെക്കാൾ എത്രയോ മഹത്താണ്, എത്രയോ മഹത്തരമായതാണ്. നമ്മൾ ആ പാപത്തിൽ നിന്ന് നിങ്ങൾ എന്നേക്കുമായി മോചിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കതിപ്പോൾ ഫീൽ ചെയ്യാവുന്നതാണ്. We are never rejected. തമ്പുരാൻ രക്ഷിതാവ് നമ്മളെ ഒരിക്കലും റിജക്റ്റ് ചെയ്യില്ല. Trust and be unshakable faith into your heart. പരിശുദ്ധമായ മനസ്സും ശരീരവുമായി സാവകാശം ഉണർവിലേക്ക് വരാൻ, ആ പ്രകാശം, ആ പാപമോചനത്തിന്റെ പ്രകാശം എപ്പോഴും നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. വെരി ഗുഡ്, സൂപ്പർ, താങ്ക് യു. Anybody feel anything? ആ ഒരു സിൻ, ഒരു പാപം മനസ്സിലേക്ക് കൊണ്ടുവരാനും അവെയറാകാനും പറ്റിയോ ആർക്കെങ്കിലും? സന്തോഷം തോന്നും. വേറായി അത് പുറത്തേക്ക് പോകുന്ന പോലെ ഒരു ഫീല് കിട്ടി. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യണം തോന്നുന്നു. അതെ, ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് സെഷൻ കൊണ്ട് പോയി. പക്ഷെ അത് എന്താ അറിയോ, നമ്മളിപ്പം ഒരു ഇതേപോലത്തെ എന്തെങ്കിലും ചെയ്യുമ്പം ഫോർ എക്സാമ്പിൾ ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി കൊണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അതെ അതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കും നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതെ അപ്പോൾ നമ്മളിപ്പം ടെമ്പററി ആയിട്ട് നമ്മൾ ചെയ്ത് പുറത്തു വന്നാലും നമ്മൾ പിന്നെ റിയാലിറ്റിയിലോട്ട് വീണ്ടും ലാൻഡ് ചെയ്യാണ്, വീണ്ടും അതിനെ സറൗണ്ട് ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ്. അതെ, സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് എ കോൺസ്റ്റന്റ് പ്രാക്ടീസ്, ഐ ബിലീവ്. യെസ്, കോൺസ്റ്റന്റ് പ്രാക്ടീസ്. ഈ വലിയ തെറ്റ് ചെയ്ത ഒരു ഗിൽറ്റൊക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്ന ഒരു അവസരത്തിൽ സെൽഫ് ഫർഗീവ്നെസ് ചെയ്യാൻ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ പാപഭാരവും കൊണ്ട് അവർ മുന്നോട്ട് എത്ര കഷ്ടപ്പെട്ട്, പിന്നെ അവർക്ക് പലതരത്തിലുള്ള ശാരീരിക, മാനസിക, സാമ്പത്തിക, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സെൽഫ് ഫർഗീവ്നെസ് അങ്ങനെ എളുപ്പത്തിൽ ആരും ചെയ്യില്ല, അറിയുന്നവർ പോലും ചെയ്യാറില്ല. അപ്പം നമ്മൾ അറിയുന്നവർ, അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കുന്നവർ മറ്റുള്ളവരെ ഇൻസിസ്റ്റ് ചെയ്യണം. ഇത്രയും തെറ്റ്, ടു ഈസ് ഹ്യൂമൻ, നമ്മൾ മിസ്റ്റേക്ക് ചെയ്തു പോകും, വി ആർ ഹ്യൂമൻ. അപ്പം ആ ഒരു മേഴ്സി നമുക്ക് ലഭിക്കും. ഈ മന്ത് ഏറ്റവും നല്ല മാസമാണ്. ഈ മാസത്തിൽ നിങ്ങൾ ഏത് തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിച്ചാലും നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിക്കുന്ന മാസം തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? നാളെ ഇപ്പോ നമ്മള് ചെയ്ത തെറ്റ്, ഇപ്പോ ഞാനിപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒന്ന്, അത് എന്നിൽ നിന്ന് പോയതായിട്ട് ഞാൻ ഉറപ്പിച്ചു, അത് പോയി കഴിഞ്ഞു. യെസ്, അത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല, അത് കഴിഞ്ഞു. അത് ഫീൽ ചെയ്തു. യെസ്, അതാണ് റൈറ്റ് ആയിട്ട്. അപ്പൊ നമ്മളൊരു വലിയ തെറ്റെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തെറ്റുകൾ ഉണ്ടാകാം ചിലപ്പോ. കാരണം ഞങ്ങള് ഹജ്ജിന് പോയപ്പോ കുറെ ആൾക്കാർക്ക് പല സംശയങ്ങൾ, അത് തൊട്ടാൽ ഇതാവൂല. ഞങ്ങൾക്ക് എന്തോന്നറിയില്ല, ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങള് കബൂലായി എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു വന്നത്. അതെ അതെ, ഞങ്ങൾക്ക് വന്നു കയറിയ തെറ്റുകൾക്കെല്ലാം ഞങ്ങൾ അവിടെ നിന്നുള്ള പ്രതിവിധികൾ ചെയ്തു. ഞങ്ങൾ വരുമ്പോൾ ഹാപ്പിയാണ്. എന്നിട്ടും ചില ആൾക്കാരിൽ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അതങ്ങനെയാവും ഇങ്ങനെയാവും. നമ്മൾക്ക് ഹാപ്പി ആയിരുന്നു, വളരെ ഹാപ്പിയും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. നമുക്ക് ആ ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ്. പിന്നെ ചെറിയ ചെറിയ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ പഠിച്ചു പുറത്തു തരും, ക്ഷമിച്ചു തരും.
തീർച്ചയായിട്ടും എന്റെ അടുത്തും ചോദിച്ചു, ഞാൻ ഉംറ ചെയ്തിട്ട് വന്നപ്പോ ചിലർ ചോദിച്ചു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ, ഇത്ര ദിവസം പഠിച്ചിരുന്നോ, അങ്ങനെ ചെയ്തിരുന്നോ, ഇങ്ങനെ ചെയ്തിരുന്നോ. അപ്പൊ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഞാനും തമ്പുരാനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ ആണ്. ഞാൻ തമ്പുരാന്റെ ആ വിളി കേട്ട് ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. എനിക്ക് അവിടെ പോയത് എനിക്ക് എന്റെ ഹൃദയം ശുദ്ധീകരിക്കുന്നതിനപ്പുറം എന്റെ ശരീരത്ത് ആ നജിസ് ഉണ്ടായിരുന്നോ, ഫ്ലൈറ്റ് കയറിയപ്പോ ഈ നജിസ് ഉണ്ടായിരുന്നോ, നെഹ്റാൻ കെട്ടിയോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ അതിനെ പ്രസക്തമാക്കിയിട്ടേ ഇല്ല. ഇതെല്ലാം ഞാൻ ചെയ്തതിന്റെ അതെ അതല്ല അതിന്റെ ഒരു വഴികൾ മാത്രമേ ഉള്ളൂ. കറക്റ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം മൈൻഡ് അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ്. അത് നമുക്ക് ലോകത്തൊന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കബൂലാണ് എന്ന് തന്നെ പറയണം. അത് പെർഫെക്റ്റ് ആണ്. നമ്മളുടെ അത് ഓരോരുത്തരും നമ്മളെ പെർസീവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ചില നോംസിലും ലോസിലും നമ്മൾ കുടുങ്ങി, അതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. ഇത് അപ്പാർട്ട് ഫ്രം എവറിത്തിങ്, ഓൾ നോംസ് ആൻഡ് റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് എവറിത്തിങ്, നമ്മളും സൃഷ്ടാവും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അവിടേക്ക് മനസ്സെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എനിക്ക് തോന്നുന്നില്ല അതിന് അത്രയും ഇമ്പോർട്ടൻസ്. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം ഒരു ഗൈഡ് ബുക്ക് പോലെ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ഗൈഡഡ് ആണ്, ഗൈഡ് ചെയ്യപ്പെടും. നമ്മളെവിടെയും തെറ്റത്തില്ല, നമ്മൾ ക്ഷീണിക്കത്തില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ആത്മീയ ഊർജം എന്ന് പറയുന്നത് അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. യെസ് യെസ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പുറത്ത് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത നമ്മൾ പറയുന്നത്. ആ രീതിയിൽ നമുക്ക് കളയാൻ കഴിയണം. എല്ലാ ഫൊർഗിവ്നെസ്സും നമ്മൾ ചെയ്ത് നമ്മളോട് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്ത്, മറ്റുള്ളവരുടെ മാപ്പിനെ തേടി, അവരോട് ചെയ്തു പോയാൽ റിഗ്രറ്റ് ചെയ്ത്, ഇതെല്ലാം നമ്മൾ ചെയ്യണം. അൺകണ്ടീഷണലി സ്നേഹം, കടങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ ഈ ഭൗതികമായ കെട്ടുപാടുകൾ, നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്ന കാര്യങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചുവിട്ടാൽ തന്നെ ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് പറയുന്നത് അതാണ്. ഒന്നിനോടും ടൂ മച്ച് അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാം ഒരു മിതമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊക്കെ വേണം. പക്ഷെ ടൂ മച്ച് അറ്റാച്ച്മെന്റ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ഡിസയർ ഈസ് ദ കോസ് ഓഫ് മിസറി എന്ന് പറയുന്നത്. അറ്റാച്ച്മെന്റ് ടുവേഴ്സ് ദ ഡിസയർ ഈസ് ദ കോസ് ഓഫ് മിസറി, നോട്ട് ഡിസയർ. ആക്ച്വലി ഡിറ്റാച്ച് ചെയ്തിരിക്കുക. രാജ്മോൾ ബീവി ഇരിക്കുന്ന കണ്ടില്ലേ, തലയിൽ തുണിയൊക്കെ ഇട്ട്. എന്ത് പറ്റി, സംസാരം ഇല്ലല്ലോ? രാജ്മോളെ കണ്ടൊരു താത്താച്ചിന് മരിയുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എന്ത് പറ്റി, സുഖമില്ലേ, ക്ഷീണമാണോ, എന്ത് പറ്റി? ബി സ്ട്രോങ് വന്നിരിക്കുന്നതല്ലേ. ബി സ്ട്രോങ് രാജി. രാജിക്ക് വേണ്ടി എല്ലാവരും പ്രയർ ചെയ്യണേ. എല്ലാവരും രാജിയുടെ സ്ട്രെങ്ത്തിന് വേണ്ടി പ്രയർ ചെയ്യണം. രാജിയുടെ സമാധാനത്തിന് വേണ്ടി പ്രയർ ചെയ്യണം. രാജി ഒരുപാട് എന്താ പറയേണ്ടത്, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ന് ഇപ്പൊ നിസ്കാരത്തിലും ദുആയിലും ഒക്കെ നിങ്ങൾ എല്ലാവരും രാജിക്ക് വേണ്ടി സ്പെഷ്യലി പ്രേ ചെയ്യണം. സ്ട്രോങ് രാജി. ഓക്കെ രാജി, ഡോണ്ട് വറി, ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ കൂടെ മോളെ. ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത നാളെ കാണാം. എന്ത് പറ്റി, എന്താ രാജി അത്? ഇന്നാണോ? മോന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജിക്കുട്ടി, ഞങ്ങൾ എല്ലാരും ഉണ്ടടാ കൂടെ. ഓക്കെ, ഡോണ്ട് വറി. രാജിയുടെ മോന് വേണ്ടിയിട്ട് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും. അവൻ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട്. സ്ഥലം എവിടെയാ ടീച്ചറെ? സ്ഥലം ആരുടെയാണ്? നിങ്ങളെ സ്ഥലം എവിടെയാ? എന്റെയാണോ? എന്റെ കാക്കനാടാണ് മാഡം. കോഴിക്കോട്. ഇല്ലല്ല, എറണാകുളം. ഇവരെ സ്ഥലം തന്നെ. ഇപ്പൊ ദുബായിലാണോ? അതെ, ഇപ്പൊ ദുബായിലാണ്. ദുബായിൽ എവിടാ? കിസൈസ്.
ഞങ്ങളിവിടെ സത്വയില്ല, ദിയാഫയിൽ. ദുബായിലാണോ അപ്പോ? ആ അത് ശരി. എനിക്കൊരു ബുക്ക് ഷോപ്പാണ് ഇവിടെ. ഓ, എവിടെയാ? സത്വേല? സത്വയില് ദിയാഫയിൽ. ഓ, അത് ശരി. അപ്പൊ ഇൻഷാല്ലാ ഒരു ദിവസം നമുക്ക് കാണാം എപ്പോഴെങ്കിലും. വായിസ കാണാല, കാണാം. നേരിട്ട് കാണാല. രാജി, ഇന്ന് ഞാൻ പ്രയർ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു മാം. എല്ലാരും ഇവിടെ ഉണ്ട്. മാം വരുന്നുണ്ടോ? അവിടെ ഉണ്ടോ എല്ലാരും? അവിടെ ഇത് ഉണ്ട്. മാം വരുന്നുണ്ടോ? ഇന്ന് ഇങ്ങനെ വരാൻ ഞാൻ നോക്കട്ടെ. എത്ര മണിക്കാ? അവിടെ റംദാന് നോമ്പ് തുറന്നിട്ട് പിന്നെ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലാ. അവരെല്ലാരും കൂടിയിട്ട് അവര് തന്നെ എല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമ്മള് ചെന്നാ മതി. എവിടെയാ? സമയം അൽനാദ, ഷാർജ, സഫീർ മോളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, മേത്ത ടവർ. മേത്ത ടവർ. ഓക്കെ. അതെന്താ ഷാർജ എനിക്കറിയാം. ഞാൻ നേരത്തെ അവിടെ താമസിച്ചിരുന്നുണ്ട്. സഫീർ മോളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മേത്ത ടവർ. മേത്ത ടവർ അറിയാം. പക്ഷെ എനിക്ക് വൈകിട്ട് സെഷൻ ഉണ്ടല്ലോ. കുഴപ്പമില്ല മാം, സാരില്ല മാം. ഫ്രീ ആണെങ്കിൽ വന്നാൽ മതി. ഞാൻ ദുആ ചെയ്താൽ മതി മാം. എല്ലാരും ദുആ ചെയ്യും. ഞാൻ അറിയാതെ പൊട്ടിപ്പോയതാ. ഞാൻ അതുവരെ അവന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഇന്നെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും മോനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. എല്ലാവരും താങ്ക് യു സർ, താങ്ക് യു സർ. ഹാപ്പി രാജി. ഓക്കെ. ഓക്കെ മാം. കണ്ടപ്പോ എനിക്ക് വന്നതേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമില്ല. എല്ലാരും ഉണ്ട്. ശരിയേ. ശരി. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.